ഏഴാമത്തെ വയസ്സിലുണ്ടല്ലോ സ്കൂളിൽ പോകുന്ന വഴിക്ക് തട്ടിക്കൊണ്ടുപോയ മകൻ 30 വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന വാർത്ത അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തത്സമയ റിപ്പോർട്ടിൽ തന്നെ കണ്ടിരുന്നു അല്ലെ. ഗാസിയാബാദിലായിരുന്നു ഈ സംഭവം. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. അന്ന് ഇദ്ദേഹത്തിന്റെ പേര് രാജു എന്നായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് ഈ വാർത്ത കേട്ടപ്പോൾ ഏറെ സന്തോഷമായിരുന്നു. കാരണം 7-ാം വയസ്സിൽ കാണാതായി 30 വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വിഷമം നിറഞ്ഞ ജീവിതത്തിന് ശേഷം അദ്ദേഹം സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. ഇതൊക്കെ നമ്മൾ ആഘോഷിച്ചു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ആള് നല്ല അടവുകൾ പഠിച്ചൊരു കള്ളനായിരുന്നു എന്നുള്ളത്. ഇത്തരത്തിൽ മക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് അവരെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാനാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന് വിശ്വസിപ്പിച്ചെടുക്കുന്നു. ഇയാൾ 6 സംസ്ഥാനങ്ങളിലായിട്ട് ഏകദേശം 9 വീടുകളിൽ ഇത്തരത്തിൽ മകനാണെന്ന് പറഞ്ഞ് ചെല്ലുകയും മോഷണം നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2005 ഇദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബം ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നതാണ്. അതായത് ഒരു മോഷ്ടാവായതിന്റെ പേരിൽ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇത്തരത്തിൽ തുടർക്കഥയായിട്ട് മോഷണം ചെയ്താണ് ഈ ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പോൾ ഈ നമ്മുടെ ഗാസിയാബാദിലെ വീട്ടിലെത്തിയപ്പോൾ ആ കുടുംബക്കാർക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നിയതിന്റെ പേരിൽ അവർ DNA ടെസ്റ്റ് നടത്തുകയായിരുന്നു. ആ DNA ടെസ്റ്റിലാണ് തെളിഞ്ഞത് ഇത് മകനല്ല എന്നുള്ളത്.